നമസ്കാരം. സഞ്ജു ടെക്കി, നീതു തോമസ് അറിയാലോ. ഇവരുടെ രണ്ടുപേരിൻ്റെയും റിലേഷൻ ഉള്ള സമയത്ത് സഞ്ജു ടെക്കിൻ്റെ ചാനലിൽ ഇവർ വന്നിട്ട് ഉള്ള വീഡിയോസും ഷോർട്സും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇവർ ബ്രേക്കപ്പ് ആയി എന്നുള്ളൊരു ന്യൂസ് എല്ലാം ഇവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പറയുണ്ടായി. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ പെൺകുട്ടി വേറെ ചാനൽ തുടങ്ങി, വേറെ വീഡിയോ ഇടാൻ തുടങ്ങി. സഞ്ജു ടെക്കി പിന്നെ ഓട്ടോമാറ്റിക്കലി അറിയാലോ, ആ ഒരു ഡൗണിൽ നിന്ന് ഇങ്ങനെ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, എന്തോ സ്ട്രൈക്കൊക്കെ കിട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ രീതിയിൽ ഇത് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കൺഫർമേഷൻ വീഡിയോ എന്നുള്ളത്, എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ ഒരു ചോദ്യത്തിന് മറുപടികളായിട്ട്, കാരണം ഇവരും തമ്മിൽ അത്രയും ഒരു ഇതായിരുന്നു, ഫാമിലി ആയിട്ടാണെങ്കിലും എന്താണെങ്കിലും അറിഞ്ഞു. നമുക്ക് ക്യാമറിൻ്റെ പിന്നിൽ നിന്നിട്ട് ഇവരിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഇവർക്ക് പേഴ്സണലി ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. കാരണം റിയൽ ഈസ് നോട്ട് റിയൽ. കാരണം നമ്മൾ കാണുന്ന 15 മിനിറ്റ് 20 മിനിറ്റ് വീഡിയോയിലല്ല അവരുടെ ലൈഫ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളെ പ്രേക്ഷകനെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ മാക്സിമം ചെയ്തിട്ടുള്ളത്. അതിന്റെ സ്ക്രീനിൽ പുറത്ത് ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യമൊക്കെ അവരുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള പേഴ്സണൽ ഇതായിരിക്കും. പലതരം കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഇവർ തമ്മിൽ ബ്രേക്കപ്പായി. അപ്പോൾ ഇവരെയൊക്കെ സ്നേഹിച്ച ഇവരുടെ ആരാധകർ, സഞ്ജു ടെക്കിൻ്റെ ആയാലും പെൺകുട്ടിൻ്റെ ആയാലും ആരാധകർ എന്താ കാരണം, എന്താണ് കാരണം, നല്ല കപ്പിളായിരുന്നല്ലോ, പിരിയാനുള്ള കാരണം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോൻ്റെ താഴെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ താഴെ ഇവർ കമൻറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ നീതു തോമസ് ഒരു റീപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്താ കാരണം എന്നുള്ളത്. ആ കാരണത്തിൻ്റെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം സഞ്ജു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, പൈസ വന്നപ്പോൾ വീട് പണിതപ്പോൾ അതിൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറി, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല, മൊത്തത്തിലൊരു അവോയ്ഡിങ് ഒക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തു. അതിൻ്റെ ബദലായിട്ട് എന്താ സംഭവിച്ചു എന്നുള്ളതിൻ്റെ കാര്യമല്ല, ഇനിയിപ്പോൾ പുതിയ ലൈഫ് ബിഗിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ സഞ്ജു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു റീപ്ലൈ കൊണ്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോയതായിരുന്നു. അപ്പം ഞാൻ അതോടെ തീർന്നു വിചാരിച്ചു. കാരണം സോഷ്യൽ മീഡിയയിൽ ഇവർ ഇത്രയും ഒരു ഇവരിൻ്റെ എന്താ പറയുക അനുമതിയോടെ കൂടെ തന്നെയല്ല വീഡിയോ എടുത്തിട്ടതും, ഇവർ രണ്ടുപേരുടെയും പൂർണ്ണ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരാധകരുടെ ഇടയിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു സൈഡ് നിൽക്കും, ഒന്നില്ലെങ്കിൽ വേറെ സൈഡ് നിൽക്കുന്നുള്ള ഇതാണ്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയം നമ്മൾ എന്തും തന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാകും. നെഗറ്റീവ് കമൻ്റ് ആയാലും പോസിറ്റീവ് കമൻ്റ് ആയാലും എന്തായാലും നമ്മളത് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രണ്ടുപേരും സൈഡ് രണ്ടുപേരും പറയുന്നുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം സത്യസന്ധമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഇതുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വ്ളോഗ് ചെയ്ത സമയത്ത് ഫോൺ എടുക്കാൻ പോയത് ഇന്ന റിലേഷൻഷിപ്പ് എന്നൊക്കെ ഉള്ള ലെവലിൽ പറയുന്നുണ്ടായിരുന്നു. സ്വന്തം അനിയനെ കണ്ടിട്ട് താഴത്ത് വന്ന കുറേ കമൻറ്റുകളുണ്ട്, പുതിയ റിലേഷനിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ നീതു തോമസിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൻ്റെ താഴെയൊക്കെ കമൻറ്റുകളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. ഇന്നതാണ് കാര്യം, ഇന്നതൊന്നും ഇല്ല എന്നുള്ളത്, റിലേഷനൊന്നുമില്ല, എൻ്റെ അനിയനാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തു. അതിന് ബദലായിട്ട് സഞ്ജു ടെക്കിൻ്റെ പേര് അവിടെ ഇവിടെ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുള്ളി ഒരു വീഡിയോ ഇറക്കി പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ചെയ്യാനുള്ള കാരണം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ റിലേഷനിലുള്ള സമയത്ത് ഉണ്ടായിരുന്ന ആ സംഗതിയൊക്കെ നിരത്തി വെച്ചുകൊണ്ട് ഓരോരോ കാര്യം, ഇന്നതാണ് കാര്യം ഒഴിവാക്കാനുള്ള കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് 24 മിനിറ്റിൻ്റെ വീഡിയോ. നിങ്ങളത് പുള്ളിൻ്റെ വീഡിയോ എടുത്ത് പോവാം. ഞാനപ്പോൾ എൻ്റെ പ്രസ്തുത ഭാഗങ്ങൾ ഞാനിവിടെ വയ്ക്കാം. അപ്പോൾ നീതു ചെയ്ത വീഡിയോ ഇതാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ എടുക്കുന്ന ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഐഫോൺ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ എൻ്റെ അനിയൻ്റെ കൂടെയാണ് ആ വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറേ പേര് അതിന് കമൻറ്റ് ഇട്ടേക്കുന്നു, അടുത്ത ആളെ കിട്ടിയ, വേറെ അടുത്ത ആളെ കണ്ടുപിടിച്ചല്ലോ, ഒന്ന് പോയപ്പോൾ തന്നെ അടുത്തത്. അങ്ങനെ ഞാനൊന്ന് ഇപ്പോൾ കുറച്ച് എൻജോയ് ചെയ്ത് എൻ്റെ ലൈഫായിട്ട് എൻ്റെ സ്വന്തം കാര്യം നോക്കി ഇപ്പം ഒന്ന് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരാളെ തേടി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെൻ്റെ സ്വന്തം അനിയനാണ് കേട്ടോ. എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ 3 മക്കളാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, നീനു. ചേച്ചി ചെന്നൈയിലാണ്. പിന്നെ ഞാൻ, പിന്നെ അവൻ ബാംഗ്ലൂർ നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ നാട്ടിൽ വരത്തുള്ളൂ. അപ്പോഴത്തേക്കായിരിക്കും ഞങ്ങൾ വീഡിയോ ഇടുന്നതും ഫോട്ടോ ഇടുന്നതും. പിന്നെ അവൻ എന്തെങ്കിലും ഒക്കെ ഉണ്ട് നല്ല, അതുകൊണ്ടായിരിക്കും മേ ബി. പിന്നെ എന്താ കാര്യം എന്നൊന്നും അറിയത്തില്ല. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഞാൻ നീതു തോമസ്, അവൻ്റെ പേര് നിതിൻ തോമസ്. അത്യാവശ്യം പേര് കണ്ടാൽ മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലെന്നാണ് ഞാൻ ഓർക്കണത്. എന്താണെന്നറിയത്തില്ല, കുറേ എണ്ണം ഇങ്ങനെ
ഒരുമാതിരി കുരുത്ത് ഇങ്ങനെ കുരിപ്പിക്കാൻ വേണ്ടിയിട്ട് കമൻ്റ് ഇട്ട് നടക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ എന്തിൻ്റെ കാര്യമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അത്യാവശ്യം വൈബുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം പ്രത്യേകിച്ചല്ല, അപ്പോൾ ഒന്ന് പോയപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് അടുത്ത വൈബ് തേടി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാവരെയും പോലെ. അത് ഓരോരുത്തരുടെ അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ അനിയനാണ്, അത് എൻ്റെ സ്വന്തം അനിയനാണ് കേട്ടോ, എൻ്റെ ബ്ലഡാണ്. അത് ഞാനിപ്പോൾ ഇവിടെ എന്താ പറയേണ്ട ആവശ്യം എന്ന് വെച്ചാൽ, ഞാനതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മൈൻഡ് ചെയ്യാണ്ട് പോകുമായിരുന്നു. എനിക്കത് നോക്കാനും സത്യം പറഞ്ഞാൽ ഞാൻ വർക്കിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് കുറേ കമൻസ് ഒക്കെ വരാറുണ്ട്, മെസ്സേജസും വരാറുണ്ട്. ഞാൻ എന്താണെന്നൊന്നും ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പം അവൻ്റെയും കൊളാബ് ഇട്ടേക്കുന്നത് കൊണ്ടിട്ട് അവനും കയറി മെസ്സേജ് അയക്കാറുണ്ട് കുറേ പേര്. ലാസ്റ്റ് അവൻ്റെ വായിന്ന് വല്ലതും കേൾക്കരുത്, അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെന്താ, ഞാനപ്പോൾ ഇഷ്ടം പോലെ പേരിങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും വേറെ ആരുടെയെങ്കിലും കാര്യത്തിൽ കയറി ഇത്രയൊന്നും ഇടപെടാറില്ല. അവരെന്തെങ്കിലും ചെയ്തെങ്കിൽ അത് അവരുടെ കാര്യം, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്ന സ്വന്തം വീട്ടിലെ കാര്യം ആദ്യമേ നോക്ക്, എന്നിട്ട് ബാക്കിയുള്ളവരുടെ വീട്ടിലെ കാര്യം നോക്ക്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളതെല്ലാം ഫേസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിനു മുമ്പ് നിങ്ങളുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ട് വന്നത് തന്നെയാണ്. ഉടൻ പണം വരം, അതിൽ വരെ നിങ്ങൾ ചാനലിൽ വരെ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പിരിഞ്ഞിട്ട് വേറൊരാളിനെ കാണുമ്പോൾ പേഴ്സണലി നിങ്ങളെ അറിയാത്തവരും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് വരും. ഇന്ന ആളിനെ ബ്രേക്കപ്പ് ചെയ്തു, ഇന്ന ആളിനെ. കാരണം സഞ്ജു ടെക്കിൻ്റെ വീഡിയോയിൽ ഈ പറഞ്ഞ നീതു തോമസിൻ്റെ അനിയനെ വെച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ അപൂർവമായിട്ടുള്ള വീഡിയോസ്, ഒരു 3-4 വീഡിയോസ്, അങ്ങനെ കൂടുതലുണ്ടോയെന്നറിയില്ല, എൻ്റെ ഒരു അറിവിൽ ഞാൻ കണ്ടു വെച്ചിട്ട് 3-4 വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്രയും പേർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി അവരുടെ മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ വരും. ആരാണ്, എന്താണ്, റിലേഷനാണോ, എന്താണെന്നുള്ളത്. കാരണം എല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയണമെന്നില്ല. നിങ്ങളുടെ വീഡിയോ നിരന്തരമായിട്ട് കാണുന്നവരായിരിക്കില്ല. പിന്നെ കമൻ്റ് ഇടുന്നവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം അച്ഛനെയും അമ്മനെയും വരെ വെച്ചിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട്. ഇവരിനൊന്നും നമ്മൾ ഈ നാട്ടിൽ നിന്നൊന്നും സോഷ്യൽ മീഡിയ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാ ഒരു വീഡിയോക്കിൻ്റെ താഴെയിലും ഒരു കുരിപ്പ് കമൻ്റ് ഇടാൻ 4 ചുമരിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇടാൻ ഒരുത്തനുണ്ടാവും. അതുകൊണ്ട് കമൻറ്റിന് നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ കമൻറ്റ് പലരും വരും. നമ്മളൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ആയിരിക്കില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പബ്ലിക്കായിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എല്ലാം കേൾക്കണം. ചിലപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ ഒരേപോലെ ആയിരിക്കില്ല ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ കേൾക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രമിക്കാനും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അല്ലാതെ നമ്മൾ എല്ലാവരുടെയും പോയി തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് പറയാനുള്ളത്. അപ്പോൾ അനിയനാണെന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുക. പിന്നെ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുന്നത് ഒരു മാക്സിമം 90% ഫേക്ക് അക്കൗണ്ട് നിന്നിട്ട് ആണ്. റിലേഷൻ അതിൻ്റെ കുറേ വീഡിയോസ് ഇപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്. കുറച്ച് റീൽസ് ആണെങ്കിലും വീഡിയോസിൽ നിന്ന് കട്ട് ചെയ്ത പാർട്സ് ആണെങ്കിലും അതിപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊക്കെ ഈ കുത്തിപ്പൊക്കി അതെടുത്ത് പിന്നെ വീഡിയോ ഉണ്ടാക്കുന്നതൊക്കെ എന്തിൻ്റെ ഇതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും വഴിക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പണ്ടത്തെ റീൽസും പണ്ടത്തെ കാര്യങ്ങളും പണ്ടത്തെ വീഡിയോയും ഒക്കെ എടുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഭയങ്കര ഒരു മോശം പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ കുറച്ച് പേർക്കൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടൊന്നും അവർ മെസ്സേജ് സീൻ ചെയ്യണില്ല. ബാക്കി എല്ലാത്തിനും അവർ ആക്റ്റീവാണ്. അപ്പം അതൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്താൽ അത്രയും നല്ലത്. ഞങ്ങൾ ഇപ്പം രണ്ടാണ്. അപ്പം പിന്നെ ഞങ്ങളുടെ വീഡിയോസും ഞങ്ങളുടെ കുറച്ച് ഇപ്പോൾ ഭയങ്കര പേഴ്സണൊന്നും അല്ല, എന്നാലും ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ ഇപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊക്കെ ഒന്ന് പറ്റിയാലൊന്ന് റിമൂവ് ചെയ്തേക്കിട്ടോ എല്ലാവരും. എന്തൊക്കെ പറയണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്കൊന്നും കിട്ടണില്ല. ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്കൊന്നും കിട്ടണില്ല. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയപ്പോൾ തന്നെ അടുത്തത് കണ്ടുപിടിച്ച് അടുത്ത റിലേഷൻ ആയി. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ തന്നെ സ്റ്റോറി ഇടുവാണെങ്കിലും ചോദിക്കാറുണ്ട് ഇതാരാ, നിങ്ങൾ റിലേഷനാണോ, പുതിയ ലവറാണോ എന്നൊക്കെ. ഒന്ന് പോയ ഉടനെ പലരെയും പോലെ ചിലരെയും പോലെ പുതിയ വൈബ് മീൻസ് പുതിയ ആളെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക്. ഇവിടം തൊട്ടാണ് ഒരു സഞ്ജുവിനെ അടിച്ച് കൊണ്ടുള്ളൊരു സംസാരിച്ചത്. ഇങ്ങനെയുള്ള ഒന്ന് പോയതും പെട്ടെന്ന് വേറെ ഒന്നുള്ളത്. കാരണം സഞ്ജുവിൻ്റെ കുറച്ച് ദിവസങ്ങളുള്ള വീഡിയോയിലുള്ള ആ പെൺകുട്ടിൻ്റെ സാന്നിധ്യം തന്നെയാണ് എല്ലാത്തിനും ഒരു ഇതായിട്ട് കാണും. കാരണം ഒരു റിലേഷൻഷിപ്പ് ആണോ
ഇനിയിപ്പോൾ ഒരു ഫ്രണ്ട്സ് ആണോ എന്നുള്ള ഒരു ഇതിൽ ഡൗട്ടിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. അവരും വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല അതെന്താണെന്നുള്ളത്. അവർ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു കാണിക്കുന്നതിൻ്റെ ലെവലിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ പഴയ സഞ്ജു ടെക്കിനെ നമ്മൾ മിസ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായം നോക്കിയിട്ടല്ല പുള്ളിക്കാരൻ വീഡിയോ ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. ഡെയിലി നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാനാണ്. അപ്ഡേറ്റ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, ചെയ്യുമായിരിക്കാം ചിലപ്പോൾ ചെയ്യുക. ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ എല്ലാം കയറി വീഡിയോ ഇടാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ലൈഫാണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി പുള്ളിക്കാരനെ കുറിച്ച് ഇങ്ങനെ പേര് പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ നീതു തോമസ് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സഞ്ജു ടെക്കി അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. തൻ്റെ ബ്രേക്കപ്പിനുള്ള കാരണക്കാരൻ ഞാനല്ല, അത് ഈ പറഞ്ഞ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലുള്ള ഇതിൽ മൊത്തം പേരൊന്നും പരാമർശിക്കുന്നില്ല. പക്ഷേ നീതു തോമസ് പേര് പറയുന്നുണ്ട്, സഞ്ജു ടെക്കി എന്ന് പറയും. പിന്നെ പേര് പറയുന്നുണ്ട്. പിന്നെ ഞാനും പിന്നെ എന്തൊരു പേര് പറയാണ്ടിരിക്കുന്നു ഞാനും പേര് പറയുന്നത്. കാരണം ഇവർ രണ്ടുപേരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലാണ് ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 2 വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു ടെക്കി വ്യക്തമായി 24 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ വയ്ക്കുന്നുള്ളൂ. നിങ്ങൾ ആ പുള്ളിൻ്റെ ചാനലിൽ പോയി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാനിപ്പോൾ പുള്ളി പറയുന്നതും ഇവിടെ പറയുന്നതും കമ്പയർ ചെയ്ത് ലാസ്റ്റ് ഞാൻ പറയാം, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അപ്പോൾ സഞ്ജു ടെക്കി പറയുന്നത് എങ്ങനെയാണ്? ഞാനിപ്പോ ഒരു കള്ളനും അല്ലെങ്കിൽ ഒരു വഞ്ചകരും ഒരു പെണ്ണുപിടീനായിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ബ്രേക്കപ്പിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതേ തുടർന്ന് അതിനകത്തെന്ന് പറഞ്ഞാൽ ഫുൾ എൻ്റെ നെഗറ്റീവ് മാത്രം. ഈവൻ ഒരു ചെറിയൊരു പോസിറ്റീവ് ഒരെണ്ണമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരു ചെറിയൊരു ഇതായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരാളാണല്ലോ അളിയാ ഞാൻ സെലക്ട് ചെയ്യുന്ന ഓർക്കുന്നത് എനിക്കതോ എൻ്റെ മോനെ അടിപൊളിയായിട്ട് ലൈഫിൽ നിന്ന് പോയ സത്യം പറഞ്ഞാൽ നന്നായെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യം. അല്ലാതെ നമ്മളൊരു റിലേഷൻഷിപ്പ് ആകുമ്പോഴേ നമ്മുടെ സീക്രട്ട് കാര്യങ്ങളും നമ്മുടെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയും, ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം ഒരു സാധനം പറയാം. അല്ലെങ്കിൽ എന്താ നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഇതെല്ലാം ഇവര് നമ്മൾ ബ്രേക്കപ്പ് ആകുമ്പോഴാ അല്ലെങ്കിൽ നമ്മളോട് വഴക്കിടുമ്പോഴാ മറ്റു ആൾക്കാരോടൊക്കെ ഇങ്ങനെ റിവീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവരുടെ ക്വാളിറ്റിയാണ് അവിടെ കാണിച്ചു തരുന്നത്. അടിപൊളി. സത്യം പറയാം എനിക്ക് ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ. ഇപ്പൊ ഞാൻ ബ്രേക്കപ്പ് ആയെങ്കിലും ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഗൈസ് നല്ല മൊമെന്റ്സ് കിട്ടും, നമുക്ക് ചീത്ത മൊമെന്റ്സും കിട്ടും. അന്നും പറഞ്ഞ് അപ്പൊ ആ നല്ല മൊമെന്റ്സ് നമ്മളത് വെച്ചിട്ടിരിക്കണം. അല്ലാണ്ട് ഈ ചീത്ത മൊമെന്റ്സ് മാത്രം വിളിച്ചു പറയുകയല്ല ചെയ്യണം. എനിക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാമായിരുന്നു. ഞാൻ അവളുടെ പേര് പോലും അവിടെ യൂസ് ചെയ്യും. അതാണ് കാര്യം. കാരണം നീതു തോമസ് പറഞ്ഞത് അങ്ങനത്തെയാണ്. കാരണം ഇവർ രണ്ടുപേരും സൈഡാണ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്നുള്ള 100% ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു പെൺകുട്ടിനെ അല്ലെങ്കിൽ ആൺകുട്ടി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ശേഷം മാത്രം നിങ്ങളത് ഓപ്പണായിട്ട് എക്സ്പ്ലോർ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല കോൺസിക്വൻസും നിങ്ങൾ നേരിടേണ്ടി വരും, സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അല്ലാതെ ആയാലും. കാരണം ഫെയിമായി എല്ലാവർക്കും ഏകദേശം അറിയാം. നിങ്ങളൊരു 10 ലക്ഷം 13 ലക്ഷം പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ഏകദേശം ഉള്ളവർക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാം. പിന്നെ ചാനൽ ഉടമ്പണം പറഞ്ഞ ചാനലിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വലിയ കപ്പിൾസ് എന്നുള്ള ലെവലിലൊക്കെ വന്ന് ആ ലെവലിൽ നിങ്ങൾ പെർഫോം ചെയ്തിട്ടൊക്കെ പോയവരാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ ആ പ്രസൻസ് എത്തി. പിന്നെ നിങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പായി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സഞ്ജു ഒരു പെൺകുട്ടിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ റിലേഷൻ ആണോന്നോ, അല്ലെങ്കിൽ നീതു തോമസ് ഒരു ആൺകുട്ടിനോട് പോയി കഴിഞ്ഞാൽ അവർ റിലേഷൻ ആണോ എന്നൊക്കെ പറയാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി വെച്ചതെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൽ നല്ലത്. ഒരാളിനെ ഇപ്പോൾ ഒരു പെൺകുട്ടി വ്ളോഗ് ചെയ്യണമെങ്കിൽ ഒരു ക്രഷ് അല്ലെങ്കിൽ ലൈനോ എന്നുള്ള ലെവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത്രയും കോൺഫിഡൻസ് ആയിരിക്കണം. ഒരു കാര്യത്തിൽ പിരിഞ്ഞു പോയി ഞങ്ങൾ തമ്മിൽ സെയിം ഒരേ വൈബാണ്, എങ്ങനെയും പിരിയില്ല എന്നുള്ള അത്രയും കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കെട്ടും അല്ലെങ്കിൽ ഇന്നതാണെന്നുള്ളതിൽ ഒരു എൻഗേജ്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരുടെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് പറയുമ്പോൾ ഓരോ ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷകരിലോട്ട് എത്തിക്കുന്ന തരത്തിൽ പോകുന്ന സമയത്ത് ഇതും അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ സഞ്ജു പറയുന്നത് വീഡിയോ എടുക്കുന്നതിനൊന്നും ഇഷ്ടമല്ല, കാര്യങ്ങളല്ല, വീട്ടുകാരനെ കുറിച്ച് കുറ്റം പറയും, സഞ്ജുവിൻ്റെ വീട്ടുകാരനെ കുറിച്ച് കുറ്റം പറയും, കൂട്ടുകാരന്മാരുടെ കൂടെ നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആരോപണങ്ങൾ സഞ്ജുവും പറയുന്നുണ്ട്. പക്ഷെ നീതു പുള്ളിക്കാരൻ്റെ പേഴ്സണൽ അനുഭവം പുള്ളിക്കാരിയും പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരനെ വിശ്വസിക്കണം സഞ്ജുവിനെ വിശ്വസിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. വേറെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരാളിനെ ഒരു പെൺകുട്ടിനെ ആയാലും ആൺകുട്ടിനെ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം. നമ്മൾ ലൈഫ് ടൈം കൂടെ നിൽക്കുന്ന ഒരാളാണ്, കെട്ടും ഉള്ളൊരു ഉറപ്പിൽ. അല്ലാത്ത പക്ഷം ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയി പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളെല്ലാം വരും സോഷ്യൽ മീഡിയയിലായാലും
നല്ല രീതിയിലുള്ള ചിലപ്പോൾ സൈബർ ആക്രമണങ്ങൾ വരും. വേറെ ഒന്നുമല്ല, പെൺകുട്ടിനെ സ്നേഹിക്കുന്നവരായാലും ആൺകുട്ടിനെ സ്നേഹിക്കുന്നവരായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി കമൻറ്റിലൂടെ പറയും. പിന്നെ റിയൽ ആയിട്ടുള്ള കാര്യം അതും പറയേണ്ട കാര്യമില്ലല്ലോ. ഉടൻപണം ഈ മഴവിൽ മനോരമ എന്ന് പറഞ്ഞൊരു ലോക നിലവാരത്തിലുള്ള ഒരു ചാനലിലൊക്കെ നിങ്ങൾ വന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ആൾക്കാർ നോക്കോ ഒരു നല്ല കപ്പിളാണ് കെട്ടുന്നുള്ള ലെവൽ എന്നൊക്കെ. പക്ഷെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ആ പെൺകുട്ടിൻ്റെ എല്ലാം നോക്കണമല്ലോ, ഭാവി എല്ലാം. അന്ന് ഈ കാലത്ത് അത് എത്രത്തോളം എന്താവണം എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അത്രയും നമ്മൾ കോൺഫിഡൻസ് ആവണം എന്നുള്ളത്. എന്നിട്ട് മാത്രമേ നമ്മൾ എന്തും സോഷ്യൽ മീഡിയ മുന്നിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ പോകാൻ ഇഷ്ടപ്പെടത്തില്ല. ലൈക്ക് ഇപ്പം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നടന്ന ഇഷ്ടപ്പെടത്തില്ല. ഈവൻ എന്റെ വിറക്, അബി, ദീക്ഷിത് അവരെല്ലാം പുറത്തു പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, നിന്റെ ഫ്രണ്ട്സ് എല്ലാം പുറത്തു പോയല്ലോ, സമാധാനം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സായിട്ട് അവൾ നിൽക്കുന്നത് അവൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണത്തില്ല. കാരണം കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് തന്നെയാണ് എന്നോട് പറയുന്നത്. എനിക്ക് നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും ഇഷ്ടമല്ല, നീ നിന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നടക്കണ ഇഷ്ടമല്ല. വേറെ അവളെ ഒരു ഗേളാണ്, അവളെ എനിക്ക് കൊച്ചിലോട്ട് അറിയാം, അവളുടെ കൂട്ടത്തിൽ നടക്കണ പോലും ഇഷ്ടമല്ല. ഇതെന്തുവാ വൺ ടോക്സിക് ആയിട്ടുള്ള സാധനമൊക്കെ പറയണം. എന്റെ വീട്ടുകാരെ ഇഷ്ടമല്ല, എന്റെ വീട്ടുകാരെ കുറിച്ച് എന്റെ അമ്മേനെ കുറിച്ചൊക്കെ എന്നോട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നാ ഇത് ഞാൻ സെറ്റായ സമയത്താണ് ഇവളെ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു വന്നത്. ഓക്കെ, ഞാൻ അവളുടെ ഞാൻ എന്ത് ഓപ്പണായിട്ട് ചോദിക്കണ വ്യക്തിയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല ഗൈസ്, സത്യമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്റെ പൈസ കണ്ടിട്ടാണ് നീ എന്നെ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ഞാൻ വരെ ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞ അല്ല, എന്താ അങ്ങനെ ഇങ്ങനെ ഒറ്റ മറിച്ചാണെന്നൊക്കെ. എന്നിട്ട് പറഞ്ഞ അല്ല, എനിക്ക് ആദ്യം നിന്നെ ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഇപ്പൊ ഇഷ്ടമായി പോയതായ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോന്ന് പറഞ്ഞു. 4 വർഷം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ 4 വർഷത്തിൽ എല്ലാ ആഴ്ചയിലും വഴക്കിടും, അങ്ങനത്തെ അവസ്ഥ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒക്കെ വൻ സീനായിരുന്നു, ചുമ്മാ. നിങ്ങൾ വിചാരിക്കണോ അല്ല ഗൈസ്, ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു. അതുപോലെ ഞാൻ സെറ്റായി അത്യാവശ്യം നല്ല ഒരു ലെവലിൽ റേഞ്ചൊക്കെ എത്തി വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ അധപ്പതനം. ഞാൻ ടോട്ടലി 3G ഗൈസ്. എൻ്റെ ചാനലിൽ കുറെ സമയങ്ങളായിരിക്കും സ്ട്രൈക്കും കാര്യങ്ങളും കണ്ടല്ലോ. അത് തന്നെയാണ് വീഡിയോ വെച്ചതിന് ശേഷം പുള്ളി ഭയങ്കര ഡൗൺ. വീഡിയോസ് നമുക്ക് കണ്ടറിയാൻ പറ്റും, അത്ര വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഒരു ഇതായി, കാരണം പണ്ടത്തെ സഞ്ജുവിൻ്റെ ഒരു വീഡിയോൻ്റെ ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഉള്ള വീഡിയോകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മൊത്തത്തിൽ പരസ്യങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ട് കുറച്ച് പേരെല്ലാം സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ ഒരു നെന്നൂസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് കുറേ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറകിലായിരിക്കും ഇനി ആൾക്കാർ. അപ്പോൾ കാര്യം സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ അതൊരു ആഘോഷമാക്കാൻ ഒരു കൂട്ടർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആലോചിച്ചാൽ നന്ന്. വേറൊന്നുമല്ല, ഇതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കാണിക്കാം, പക്ഷെ കാണിക്കാതിരിക്കാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതും നിങ്ങൾ പേഴ്സണലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഇതിങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അല്ലാണ്ട് അങ്ങോട്ട് കുറേ ചൊറിഞ്ഞു, ഇങ്ങോട്ട് കുറേ ചൊറിഞ്ഞു, ഇങ്ങോട്ട് എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വേറൊന്നുമല്ല, ഇതിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ചില്ല, അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതോടെ പോവുമായിരുന്നു. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നിങ്ങൾ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഓരോ റീച്ച് ഇല്ലാത്ത അക്കൗണ്ട് റീച്ച് ആവുന്ന മാത്രം. ആൾക്കാർക്ക് ചിരിക്കാൻ ഒരു വകയുണ്ടാക്കി കൊടുക്കരുത്. കാരണം അറിയാം ഇപ്പോൾ എന്തൊക്കെയാണ് സെറ്റപ്പ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഏകദേശമൊക്കെ പിടികിട്ട്. ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ലൈഫിലെ എൻഡ് പോർഷൻ അല്ല, ന്യൂ ബിഗിനിങ് കൂടിയാണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അല്ലാതെ ചുമ്മാ കിടന്ന് ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഞങ്ങളെ പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വെറുതെ ടോപ്പിക്ക് കിട്ടുന്നല്ലാതെ നിങ്ങളുടെ ലൈഫിൽ എന്ത് യൂസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു യൂസും ഇല്ല. പിന്നെ ഈ കമന്റ് ഇടുന്നവരൊന്നും വന്നിട്ട് ലൈഫിൽ വന്ന് ഒരു കാര്യത്തിന് ഇടപെടാനും കാര്യങ്ങളൊന്നും നിൽക്കില്ല. അത് ആലോചിച്ചാൽ നന്നു. അല്ലാതെ ഒരു കമന്റ് വരുന്നു അതുകൊണ്ട് ഞാൻ റീപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും റീപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇതിന്റെ പേരിൽ ഇനി ഓരോരോ വലിച്ചു നീട്ടുന്നത് പാർട്ട് 1 ആണ്, ഇനി പാർട്ട് 2, പാർട്ട് 3, 4 ഉണ്ടോന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് ഇതോടെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. വേറെ ഒന്നുമില്ല, നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് പ്രേക്ഷകർക്ക് അറിഞ്ഞു, ഇന്നത് കാര്യം നടന്നെന്ന് അറിഞ്ഞു. ഇനിയും എന്തിനാണ് അതിന് കുത്തിപ്പൊക്കി പല്ലിൻ്റെ ഇടയിൽ കുത്തി നാറ്റിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ്. രണ്ടുപേരും സെപ്പറേറ്റ് ആയി. ഇനിയിപ്പോൾ അവിടെ മാറ്റർ ഇല്ല. ഇപ്പോൾ സഞ്ജുവിൻ്റെ ഭാഗം പറഞ്ഞു, നീതുവിൻ്റെ ഭാഗം പറഞ്ഞു, അത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തിനാണ് അവിടെ വീണ്ടും ഒരു കുത്തിപ്പൊക്കൽ അല്ലെങ്കിൽ വീണ്ടും ഒരു ഇതുണ്ടാക്കൽ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്നത്. കാരണം വേറെ ഇതിനൊക്കെ ഈ ഒരു എക്സ്പ്ലനേഷനൊക്കെ ഒരു ഇടവരുത്തിയത് നിങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആലോചിച്ചാൽ നല്ലത്. നിങ്ങൾ തന്നെയാണ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നിങ്ങൾ തന്നെയാണ് വീഡിയോ എടുത്തത്, നിങ്ങൾ തന്നെയാണ് വ്ലോഗ് ചെയ്തത്, നിങ്ങൾ തന്നെയാണ് ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയതും, നിങ്ങൾ തന്നെയാണ് ബ്രേക്കപ്പ് ചെയ്തത്, എല്ലാം ചെയ്തതല്ല നിങ്ങൾ തന്നെ. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.
അപ്പൊ നമുക്ക് അതിൻ്റെതായ ഇനിയിപ്പോൾ നമുക്ക് ഇത് കൂടുതൽ എന്തറിയാനുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി എന്താ കുത്തിപ്പോക്കണം, നിങ്ങൾ ഓരോ കാറിൽ പോയതും ബൈക്കിൽ പോയതും അവിടെ പോയത് ഇവിടെ പോയതൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ബ്രേക്കപ്പ് ആയി തീർന്നു, അതോടെ അവസാനിച്ചു എന്നുള്ള ലെവലിൽ നിൽക്കണം. പുതിയ പുതിയ വീഡിയോസും കണ്ടന്റുകളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക രണ്ടുപേരും എന്നല്ലാതെ ഇത് കൂടുതൽ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇതൊന്നുമില്ല. ബ്രേക്കപ്പ് ആർക്കും ഉണ്ടാവാം. കല്യാണം കഴിഞ്ഞവരൊരു വിളിച്ചു കൊടുക്കണം, എൻഗേജ്മെന്റ് കഴിഞ്ഞവർ വിളിച്ചു കൊടുത്തു, അത്രത്തോളം ഒന്നും ആയിട്ടില്ലല്ലോ. എന്തോ നിങ്ങൾ ഇപ്പം പിരിഞ്ഞത് നല്ലത്. നിങ്ങളുടെ വൈബിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അറിഞ്ഞ് അത് നിങ്ങളിപ്പോൾ പിരിഞ്ഞത് നല്ലത്. അല്ലാതെ ഇതിപ്പോൾ കല്യാണത്തിലോട്ടൊക്കെ പോയി വമ്പൻ ഇഷ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മുളയിലേ നുള്ളിയത് നല്ലത്. ഇനിയും ഓരോരോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് വരാതെ ഇതോടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക.